എന്താ ഈസി കുറച്ച് എന്ത് ബാക്കി വെക്കണേ? ഹായ് ഗൈസ്. സോ ഇന്ന് May 4th ആണ്. അപ്പം എല്ലാവർക്കും ഒരു ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഡേ ആണെന്ന് കേട്ടോ. അപ്പം അത് ഒരു സാധാരണ ഫുള്ള് മൈൻഡിലുണ്ടായത്. അതിൻ്റെ ഒക്കെ അപ്പുറം ഇന്ന് എൻ്റെ ഉമ്മൻ്റെ ബർത്ത്ഡേ ആണ് അല്ലേ ബേബി? ഇന്ന് ഉമ്മൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഉപ്പൻ്റെത് May 1st ഉമ്മൻ്റെത് May 4th നമ്മൾ രണ്ടും കൂടെ ഒരു ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യലാണ്. പക്ഷേ ഇത്തവണ May 1 നമ്മൾ ഉപ്പൻ്റെ കേക്കൊക്കെ മുറിച്ച് സെറ്റാക്കി ഇപ്പോൾ ഒരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈവനിങ് ആയി ടൈം. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം, ചെറിയൊരു കുഞ്ഞു സർപ്രൈസ് ഒക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ഒരു ബൊക്കെ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, DIY ആയിട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഈസി. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? നമ്മൾ അവിടെ ഫ്ലവർ ഉണ്ടാക്കാൻ പോവാ. അവർ ചോക്ലേറ്റിന്റെ കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗിഫ്റ്റ് കത്താൻ പോവാ. സോ നമ്മളൊരു അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയതപ്പോൾ വീണ്ടും കറണ്ട് വന്ന്. സോ നമുക്ക് ഈ ടൈമിൽ നൈസായിട്ട് ഉമ്മക്ക് കൊണ്ടിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. ഇങ്ങനെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ പോയ സമയത്ത് അവിടെയുള്ള സ്റ്റുഡിയോ ഒന്നും കാണുന്നില്ല. പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നുകൊണ്ട് കുറച്ച് തിരക്കിയായിരുന്നു റോഡൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ആൻഡ് ഹൗസ് സെറ്റ് ചെയ്തിട്ടുള്ള വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നു. ലെറ്റ്സ് ഗിഫ്റ്റ് ഹർ. ഐ നോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബൊക്കെയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ എം ഷുവർ ശരി വന്നിട്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മാവൻ. എന്താ ഈസി കുറച്ച് എന്ത് ബാക്കി വെക്കണേ? ചോക്ലേറ്റ്.